പുറകുവശത്തെ 4 സെന്റ് ഭൂമി, അതിലാണ് മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും നടത്തി രേഖാരശ്മി എന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി പുരസ്കാര ജേതാവായിരിക്കുന്നത്. 1 സെന്റിലാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. കൃഷിയുടെ രീതി ഒരു പുതുമാതൃകയാണ്. അക്വാപോണിക്സ് എന്നാണ് പേര്. അതായത് മത്സ്യം വളർത്തുന്നതിനൊപ്പം പച്ചക്കറിയും കൃഷി ചെയ്യാവുന്ന സമ്മിശ്ര രീതിയാണിത്. വളരെ കുറച്ച് സ്ഥലം മതി, വെള്ളവും അമിതമായി ആവശ്യമില്ല. വെള്ളം നിരന്തരമായിട്ട് ശുദ്ധീകരിക്കുക നമ്മൾ അക്വാകൾച്ചർ ടാങ്കിൽ. ആ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ അടിത്തട്ടിലുള്ള മാലിന്യങ്ങൾ മുഴുവനും നമ്മൾ ഈ ഗ്രാവൽ ബെഡ് എന്ന് പറയും, അക്വാപോണിക്സിൽ ഉപയോഗിക്കുന്ന ആ ഗ്രാവൽ ബെഡുകളിലേക്ക് സപ്ലൈ ചെയ്യും. ആ ഗ്രാവൽ ബെഡിൽ നിന്ന് വെള്ളം മുഴുവനും അതിൻ്റെതുള്ള ഈ മാലിന്യങ്ങൾ മുഴുവനും ഗ്രാവൽ ബെഡിലെ മെറ്റലുകൾക്കിടയിൽ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യും. ഈ നൈട്രിഫൈങ് ബാക്ടീരിയ എന്ന് പറയും. അത് കൺവേർട്ട് ചെയ്തിട്ട് പ്ലാന്റ്സിന് അനുയോജ്യമായ രീതിയിൽ നൈട്രജൻ വാതകങ്ങളും അതിൻ്റെ പോഷകങ്ങളും ആക്കി മാറ്റും. അത് പ്ലാന്റ്സ് വലിച്ചെടുക്കുകയും വാതകങ്ങൾ പ്ലാന്റ്സ് വലിച്ചെടുക്കുകയും ശുദ്ധീകരിച്ച വെള്ളം വീണ്ടും നമ്മൾ പോണ്ടിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഫിഷറീസ് വകുപ്പിൽ നിന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന ഇനം മത്സ്യമാണ് വളർത്തുന്നത്. വളർച്ചാ തോത് 1/2 കിലോ മുതൽ 1 കിലോയ്ക്ക് മുകളിൽ പോകും. ഒരു തരത്തിലുമുള്ള രാസപദാർത്ഥങ്ങളും ചേർക്കാത്ത ഈ മീനിന് ആവശ്യക്കാരും ഏറെയാണ്. കോഴിക്കോടുള്ള നിരവധി ഫ്ളാറ്റുകളിൽ ദിനവും നൽകി വരുന്നുണ്ട്. കൂടാതെ 2 മൊത്ത വിതരണ ഏജൻസികൾക്കും നൽകുന്നു. വീട്ടിൽ വന്ന് വാങ്ങുന്നവരും കുറവല്ല. 300 രൂപയാണ് കിലോയ്ക്ക് വില. 4000-ഓളം മീനുകളെയാണ് കുളത്തിലിട്ടിരിക്കുന്നത്. ഫിഷറീസിൽ നിന്ന് 10 രൂപ നിരക്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ കുളത്തിനടുത്തുള്ള ടാങ്കിൽ നിക്ഷേപിക്കും. അവിടെ നിന്നും 3 മാസം കഴിയുമ്പോഴാണ് കുളത്തിലേക്ക് മാറ്റുക. സ്വകാര്യ കമ്പനിയിലെ ജോലിയും കുട്ടികളെ നോക്കുന്നതും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ 6 വർഷം മുൻപ് ജോലി വിട്ട് കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു രേഖ. ഓൺലൈനിലൂടെ കൃഷി രീതിയെക്കുറിച്ച് പഠിച്ചു. നമ്മൾ എന്ത് കാര്യം എഫേർട്ട് എടുത്തിട്ട് ചെയ്യാൻ കഴിയെങ്കിൽ, മനസ്സർപ്പിച്ച് ചെയ്യാൻ കഴിയെങ്കിൽ സക്സസ് ആവും. പിന്നെ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ ഇങ്ങോട്ട് വരുമാനം വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റമാണെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചാൽ ഒന്നും നടക്കില്ല. അപ്ഡേഷൻ ഉണ്ടാവും. അപ്ഡേഷൻ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് ഇതൊരു സിസ്റ്റത്തിലേക്ക് ഓരോ വർക്കിങ്ങും നമ്മളൊരു കൺട്രോൾ, മനസ്സുകൊണ്ടൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിച്ചെടുക്കാൻ പറ്റും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം നമ്മളെ അടുത്തേക്ക് തേടിയത്. കുട്ടികളെ നോക്കാം. മാസത്തിൽ ശരാശരി 30,000 രൂപയോളം വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. സംസ്ഥാന മത്സ്യബന്ധന വകുപ്പിന്റെ നൂതന മത്സ്യകൃഷിക്കുള്ള ജില്ലാതല മത്സ്യകർഷക അവാർഡാണ് ഈ പ്രയത്നത്തിന് രേഖയെ തേടിയെത്തിയത്. പരിചരണ രീതി മനസ്സിലാക്കി ആരംഭിച്ചാൽ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് നല്ല വരുമാനമുണ്ടാക്കാവുന്ന ഒന്നാണ് ഈ അക്വാപോണിക്സ് കൃഷി. അരുണിനൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്.